എന്താ സംസാരിക്കാത്തതെന്നല്ലേ? ഒരു കഥ കേൾക്കാൻ നിങ്ങളിൽ എത്ര പേർ എത്ര സമയം കാത്തു നിൽക്കും? കാരണം ഇന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പിൻ്റെ കഥയാണ്. ഒരാവശ്യമില്ലാത്ത ഒരു കാത്തിരിപ്പിൻ്റെ കഥ. സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്. എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. കഥ നടക്കുന്നത് 2006 എല്ലാവരെ പോലെ തന്നെ വന്ന ഉടൻ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകളെല്ലാം ബസ്സിലോ ടാക്സിയിലോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുടെ കൂടെ ആയിരിക്കും. അന്നൊരു ദിവസം ട്രേഡ് സെൻറ്ററിലായിരുന്നു എനിക്ക് അസൈൻമെൻറ്റ്. അത് ഒരു കോൺഫറൻസ് ആയിരുന്നു. വളരെ സമയം നീണ്ടു നിൽക്കുന്ന ഒരു ടോക്കായിരുന്നു. സ്വാഭാവികമായിട്ടും എനിക്ക് തന്നെ ബോറടിക്കുന്ന ചിത്രങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ട്രേഡ് സെൻറ്ററിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി എനിക്ക് ഓഫീസിലേക്ക് മടങ്ങി പോവുകയും വേണം. ഈ ഒരു മുഷിപ്പൻ ചിത്രങ്ങളുമായി എനിക്ക് ഓഫീസിലേക്ക് പോകാൻ തോന്നിയില്ല. വീണ്ടും സമയം ഒരുപാട് എനിക്ക് ബാക്കിയുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും ചിത്രത്തിനായി ശ്രമിച്ചുകൂടെ എന്നുള്ളൊരു ആലോചനയിൽ ഞാൻ ട്രേഡ് സെൻറ്ററിലെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ട്രേഡ് സെൻറ്ററിലെ ബസ് സ്റ്റോപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദുബായിയുടെ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ കഴിയുന്ന 3 ഡയറക്ഷനിലേക്കുള്ള ബസ് സ്റ്റോപ്പുകളാണത്. അവിടെ നിന്നാൽ നമുക്ക് ദുബായിലേക്കുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കഴിയും. ഞാൻ അക്കരപ്പച്ച പോലെ ഓരോ ബസ് സ്റ്റോപ്പുകളിലും നോക്കി. എനിക്ക് കൃത്യമായ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എവിടേക്ക് പോകണമെന്നൊന്നും എനിക്ക് കൃത്യമായൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതിയത് ഈ സ്പോട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും യാത്ര പോയി ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഇറങ്ങി ചിത്രമെടുത്ത് ഓഫീസിൽ പോകാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിലെ ഓരോരുത്തരെയും വളരെ കൗതുകപൂർവ്വം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അതിലൊരാൾ വളരെ ഉയരം കുറഞ്ഞ് വെളുത്ത ഷർട്ടിട്ട ഒരു അല്പം പ്രായം ചെന്ന ഒരാൾ കയ്യിൽ കടലാസ് ചുരുട്ടി പിടിച്ചിരിക്കുന്നു. അയാൾ വളരെ അസ്വസ്ഥനായി അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തെക്കുറിച്ചും അവിടേക്ക് പോകേണ്ട ബസ്സിനെക്കുറിച്ചുമെല്ലാം അവിടെ നിൽക്കുന്ന പല യാത്രക്കാരോടും അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയിരുന്നെങ്കിലും അദ്ദേഹം വീണ്ടും വീണ്ടും യാത്രക്കാരോട് ഇതേ കാര്യങ്ങൾ തന്നെ ചോദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് മനസ്സിലായത് അദ്ദേഹം പോകേണ്ട സ്ഥലത്തേക്കുള്ള ബസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടില്ല. അതിന് കുറച്ച് സമയമെടുത്തിട്ട് മാത്രം വരുന്ന ഒരു ബസ്സാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തെ വീണ്ടും കുറേ സമയം വളരെ രസകരമായി നോക്കിക്കൊണ്ട് നിന്നു. എന്തുകൊണ്ടോ ഞാൻ എപ്പോഴും ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ചില തോന്നലുകൾക്ക് പിന്നാലെ ഞാൻ ഒരു കാര്യമില്ലാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നിയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും ആക്ടിവിറ്റീസും ഞാൻ വളരെ സമാധാനത്തോടെ വളരെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നീട് എപ്പോഴോ 1-2 ചിത്രങ്ങൾ അദ്ദേഹം അറിയാതെ ഞാൻ എടുത്തു. അദ്ദേഹത്തിൻ്റെ അക്ഷമ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ചിത്രങ്ങളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വാച്ചിൽ നോക്കും, വീണ്ടും ആളുകളോട് സംസാരിക്കും. ഇടയ്ക്ക് അദ്ദേഹത്തിന് നന്നായിട്ട് ഉറക്കം വരാനുള്ള ഭാവം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ അദ്ദേഹത്തിന് ഒരു ബെഞ്ചിലിരിക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ അദ്ദേഹം അവിടെ പോയിരുന്നു. അങ്ങനെ ഒരുപാട് സമയം ഞാൻ ഇദ്ദേഹത്തെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിന്നിരുന്ന ബസ് സ്റ്റോപ്പിൽ പഴയ യാത്രക്കാരെല്ലാം അവർക്ക് പോകേണ്ട ബസ്സുകളിൽ കയറി പോവുകയും പുതിയ യാത്രക്കാർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഞാൻ വളരെ ഒഴിഞ്ഞു മാറിയാണ് നിന്നിരുന്നത്. കാരണം അദ്ദേഹം എന്നോട് സംസാരിക്കാൻ എത്തിയാൽ ഞങ്ങൾ തമ്മിലുള്ളൊരു സൗഹൃദം ആ ചിത്രമെടുപ്പിനെ തടസ്സപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പിടികൊടുക്കാതെ വളരെ സൂക്ഷിച്ചാണ് ഞാൻ നിന്നിരുന്നത്. സമയം ഒരുപാട് കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് പോകേണ്ട ബസ് ഇനിയും വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ക്ഷമ ചെറുതായി നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ഓഫീസിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൗണ്ട് അബൌട്ടിൻ്റെ 3 ഭാഗങ്ങളിലായിട്ടാണ് ആ ബസ് സ്റ്റോപ്പ്. ഞാൻ എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ട ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കാണാം. അല്പം ദൂരെയായി അദ്ദേഹത്തെ എനിക്ക് കാണാം. 21 നമ്പർ ബസ്സാണ് എൻ്റെ ഓഫീസിലേക്ക് പോകുന്നത്. ഇരിക്കുന്ന ആളുകളെ കൂടാതെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള നിയമപരമായ അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ പോകുന്ന പോലെ ബസ്സിൽ തിങ്ങി നിറഞ്ഞു നിന്ന് പോകാനോ ഒന്നും ഇവിടെ കഴിയില്ല. ഞാൻ നിന്ന ബസ് സ്റ്റോപ്പിലേക്ക് ബസ് എത്തുമ്പോൾ ഡ്രൈവർ സീറ്റ് ഫുള്ളാണ് എന്ന് വളരെ ഖേദപൂർവ്വമുള്ള ആംഗ്യം കാണിച്ചുകൊണ്ട് ആ ബസ് കടന്നുപോയി. ആ ബസ്സിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത ബസ് വരിക. അടുത്ത ബസ്സിനായി ഞാൻ കാത്തു വന്നു. 20 മിനിറ്റുകൾക്ക് ശേഷം 2ാമത്തെ ബസ് എത്തി. ആ ബസ്സിൻ്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഏതാണ്ട് നേരത്തെ വന്ന ബസ് പോലെ തന്നെ ഏകദേശം ഫുള്ളായിരുന്നു. 2 ബസ് പോയപ്പോഴേക്കും എൻ്റെ ക്ഷമയൊക്കെ നശിച്ചിരുന്നു. ഞാൻ വെറുതെ നേരത്തെ നിന്നിരുന്ന ഞാൻ ചിത്രമെടുത്ത ആളിനെ വെറുതെ ബസ് സ്റ്റോപ്പിലേക്കൊന്ന് നോക്കി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതി അദ്ദേഹത്തിന് ബസ് കിട്ടി, അദ്ദേഹം പോയി കാണും എന്നാണ് കരുതിയത്. ഒന്നുകൂടി നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ബസ് സ്റ്റോപ്പിന് സമീപത്തെ പുൽത്തകടിയിൽ
ഇത്രയും നേരത്തെ കാത്തുനിൽപ്പിൻ്റെ എല്ലാ ക്ഷീണവും പേറി സുഖമായി ഉറങ്ങുന്ന ആ മനുഷ്യൻ. ഞാൻ ഇത്രയും സമയമെടുത്ത ചിത്രങ്ങൾക്ക് ഏറ്റവും ശക്തമായൊരു ക്ലൈമാക്സ്, ഒരു ഫോട്ടോ സ്റ്റോറി, ഒരു കഥ തുടങ്ങി, ഒരു മനുഷ്യൻ്റെ കാത്തുനിൽപ്പിൻ്റെ കഥ തുടങ്ങി അവസാനിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും സുന്ദരവും ശക്തവുമായ ഒരു ചിത്രം. 2020 ദുബായിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഈ കഥ വളരെ അവിശ്വസനീയമായി തോന്നാം. എനിക്ക് ഒരു പരിചയവുമില്ലാത്ത, യാതൊരു ധാരണയുമില്ലാത്ത, വെറും ഒരു തോന്നലിൻ്റെ പിന്നിൽ മാത്രം ഞാൻ ഒരാളെ പിന്തുടർന്നതിന് എനിക്ക് കിട്ടിയ ഏറ്റവും സുന്ദരമായ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഓരോ കാത്തുനിൽപ്പും വിരസമാണെങ്കിലും അതേക്കുറിച്ച് പിന്നീട് ആലോചിക്കുമ്പോൾ അതിനൊരു സൗന്ദര്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്. എൻ്റെ കാത്തുനിൽപ്പിൽ എന്നോടൊപ്പം ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.